ഹലോ, അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ എങ്ങോട്ടേക്കാണെന്നല്ലേ? വാ, ഇത് വെളുപ്പാങ്കാലം ഒരു 5 മണിയായിട്ടുണ്ടാവും. റോട്ടിൽ തിരക്ക് കണ്ടോ? ബസിലിക്ക ഓഫ് ബോം ചർച്ച് പള്ളിയിലാണ്. ഗോവയിലെ ഫേമസ് ആയിട്ടുള്ളൊരു പള്ളിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിരാവിലെ തന്നെ ഭയങ്കര തിരക്ക്. വയ്യാത്തവരെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കണ്ടോ, ഇതുപോലെ ഒരു വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പള്ളിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പള്ളിയിലെത്തി. പള്ളിയിലെത്താം കുർബാനയാണ് നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കിവിടെ എല്ലാം പോകേണ്ടത്, നമുക്ക് അപ്പുറത്തെ സൈഡിലാണ് പോകേണ്ടത്. മരിച്ചൊക്കെ ഒരുപാട് വർഷമായിട്ടും ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്ന അച്ഛൻ പറഞ്ഞൊരു കേട്ടറിവേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ആ അച്ഛനെ കാണാൻ വന്നിരിക്കുകയാണ്. ചർച്ചിൽ അച്ഛനെ കാണാൻ നോക്കാം. ഭയങ്കര രാവിലെ തന്നെ വീട്ടിൽ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. പക്ഷെ തിരക്കുണ്ടോ? 6 മണിക്കാണത് ഓപ്പൺ ചെയ്യുന്നത്. നോക്ക്, മോർണിംഗ് വാക്ക് അല്ലേ? കാർ പാർക്ക് ചെയ്തിട്ട് എന്തോരം ദൂരം നടക്കണം. കയ്യും കാലൊക്കെ വീശി കിടന്നു. പള്ളിയിലെത്തിയിട്ടും കുറേ ദൂരം ഉണ്ട് കേട്ടോ നടക്കാനായിട്ട്. ഇവിടെ ഇതൊന്ന് പകലൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞ് വരികയാണെങ്കിൽ നല്ല ക്യൂ ഉണ്ടാവും. അതാണ് ഇവിടെ ഇവരെ ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫാനൊക്കെ ഇട്ടിട്ടുണ്ട്. ഫുള്ള് മൊത്തം ക്യൂ ആയിരിക്കും എന്ന് എനിക്ക് തോന്നണം. ഇപ്പം രാവിലെ ചെയ്തപ്പോൾ നല്ല സുഖമുണ്ട്. നീ ക്യൂ സ്റ്റാർട്ട് ചെയ്തോ? എൻ്റെ അപ്പനോ ക്യൂ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ബസിലിക്ക ഓഫ് ബോം ജീസസ് എന്ന് പറയുന്ന ചർച്ചിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഫ്രാൻസിസ് സേവിയർ എന്ന് പറയുന്ന ഒരു അച്ഛൻ 1556 തോന്നുന്നു മരിച്ചു. പക്ഷേ ഈ അച്ഛനെ ഇവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. നമ്മളിങ്ങനെ അടക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ 10 വർഷം കൂടുമ്പോൾ അച്ഛനെ പുറത്തേക്ക് എടുക്കും. പുറത്തേക്ക് എടുത്തിട്ട് ഇവിടെയുള്ള നാട്ടുകാരെ പിന്നെ നമ്മൾ വരുന്നവരെയൊക്കെ ഇങ്ങനെ കാണിക്കും. 10 വർഷത്തിലൊരിക്കൽ മാത്രമേ ഇത് പുറത്തേക്ക് എടുക്കുള്ളൂ. 5 ദിവസം പുറത്ത് വെക്കും, പള്ളിയുടെ ഉള്ളിൽ വെക്കും. 5 ദിവസം കഴിഞ്ഞിട്ട് മുകളിലേക്ക് അച്ഛനെ കയറ്റും. ഇതൊക്കെ നമ്മൾ കുറച്ച് കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടിരിക്കുന്ന മൂക്ക് കാണാൻ പറ്റും, അങ്ങനെയൊക്കെയാണ് കേട്ടിരുന്നത് നമ്മൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ വരുമ്പോൾ. പക്ഷെ അതെങ്ങനെ എനിക്കറിയില്ല. ഇപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഞങ്ങൾ കണ്ടു, രാവിലെ ആയതുകൊണ്ട് അധികം ക്യൂ ഇല്ല. അതേസമയം നമ്മൾ കുറച്ചും കൂടി ലേറ്റായിട്ട് വരികയാണെങ്കിൽ നല്ല ക്യൂ കിട്ടിയാനേ. ഇവിടെയൊക്കെ ക്യൂ നിൽക്കാനുള്ള അങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പള്ളിയിലെത്തി. ഇപ്പോൾ തന്നെ ക്യൂ ആയി തുടങ്ങി. അച്ഛനെ കണ്ടു, അനുഗ്രഹം വാങ്ങിച്ചു. നമുക്ക് കാലൊക്കെ തൊട്ട് വിടാൻ പറ്റും. ഇങ്ങനെ ചില്ലുംകൂട്ടിലാണ് കിടത്തിയിരിക്കുന്നത്. ഒരുപാട് ഭയങ്കര സെക്യൂരിറ്റി ആട്ടോ. ഫോണൊന്നും എടുക്കാൻ പറ്റില്ല. എൻ്റെ ഇത് കണ്ടപ്പോൾ തന്നെ ചോദിച്ചു. അപ്പോൾ നമ്മളിത് രണ്ടൊക്കെ എടുത്തിട്ട് നമുക്ക് എടുത്ത് മാറ്റിയൊക്കെ കണ്ടിരുന്നു. അങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒന്നും അലോഡ് അല്ല, അല്ലെങ്കിൽ അത് എടുക്കായിരുന്നു. പക്ഷേ അച്ഛനവിടെ കിടത്തിയിരിക്കുന്നത് നമുക്കിങ്ങനെ ഇത്രയും വർഷമായി. 1556 മരിച്ചാണ്. ഇപ്പോൾ എത്ര വർഷമായി, എന്നിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല. സംഭവിച്ച് ചെറിയായിട്ട് ഇതുണ്ടാവും, മൂക്കിലൊക്കെ ചെറിയൊരു ഇത്, മുഖത്തൊക്കെ ചെറിയൊരു പാട് വന്നിട്ടുണ്ടെന്നല്ലാതെ ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കാല് തൊട്ട് തൊഴുതു, അനുഗ്രഹം വാങ്ങി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഭയങ്കര തിരക്കാണ്. ആമിക്കുട്ടിയെ കേട്ടു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര രസമാട്ടോ, ഭയങ്കര പോസിറ്റിവിറ്റി, ഭയങ്കര കാണിച്ചു തരാം. ആമിക്കുട്ടി ഞങ്ങൾ രണ്ടാളും വൈറ്റ് ആൻഡ് വൈറ്റ്, ആമി ബ്ലാക്ക്. നമ്മൾ നോക്കട്ടെ, വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഉണ്ട്. അത് രാവിലെ പള്ളിയിൽ പള്ളി ഇവിടെ ബ്യൂട്ടി കാണിച്ചില്ല. പുറത്തുനിന്നുള്ളതാണ്, നമുക്ക് അകത്ത് നമ്മളെ കയറ്റില്ല നല്ല ഫോൺ അല്ലോടല്ല. ഇപ്പം ഇത്രയേ ഉള്ളൂ. പക്ഷെ നമുക്ക് ക്യൂ നിൽക്കേണ്ടതില്ല കേട്ടോ. നമ്മൾ ഷൂ എന്ന് പറഞ്ഞ് നേരെ അങ്ങോട്ട് കണ്ടു വന്നപ്പോഴേക്കും ക്യൂ കണ്ടു. അവിടെ നിന്ന് ക്യൂ ഈ സമയത്ത് ആയതുകൊണ്ട് കുഴപ്പമില്ല, നല്ല കാലാവസ്ഥയാണ്. അതേസമയം ഒരു 10 മണി 11 മണി കാലിച്ചൊക്കെ ഈ വെയിലും കൊണ്ട് എന്തൊരു വെയിലായിരിക്കും. നേരെ ഇങ്ങനെ വെളുത്ത് വരുന്നുള്ളൂ, പിളർന്നു വരുന്നുള്ളൂ. പള്ളിയുടെ ഉള്ളിൽ കയറിയപ്പോൾ ഞാനൊരു കാര്യം മറന്നുപോയി. പിന്നീട് നമുക്ക് ഈ ക്യൂ എല്ലാം നിന്നിട്ട് ഇനി കയറാൻ പറ്റില്ലല്ലോ. അത് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാനൊരു നാണയം ഒഴിഞ്ഞ്, അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ചെയ്യുമല്ലോ, അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസം
പള്ളിയിൽ വിടണമെന്ന് കരുതി പോവാണ്. അപ്പോൾ പള്ളിയുടെ പുറത്ത് തന്നെ ഇടാലോ എന്ന് കരുതിയിട്ട് ഞാൻ പോയതാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് വന്നിട്ടോ. അതിൽ വീഡിയോയിൽ നമ്മൾ ഒരാളുടെ എടുത്തിട്ടുള്ളൂ. ഒരുപാട് പേര് വന്ന് ഫോട്ടോസ് എടുത്തു തരുമോ എന്ന് ചോദിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് എല്ലാവരുടെയും കുറേ ഫാമിലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന കണ്ടിട്ടായിരിക്കണം അവരെന്നോട് ഫോട്ടോസൊക്കെ എടുത്തു തരാൻ പറഞ്ഞു. എല്ലാവർക്കും എടുത്ത് കൊടുത്തു. ഒരു ഫാമിലിയിൽ ഒരു പ്രായമായിട്ടുള്ള ഒരു അമ്മേനെ അനുഗ്രഹിച്ചിട്ടോ. എന്നോട് പറഞ്ഞു മോള് നന്നായി വരട്ടെ എന്നൊക്കെ പറഞ്ഞു. ഫോട്ടോ എടുത്തുകൊണ്ടാണോ എന്നറിയില്ല, എന്താണെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞു. പോവാണ്. ഇനി നേരെ റൂമിലേക്ക് പോവാം, ഫുഡ് കഴിക്കുക, പിന്നെ അത് കഴിഞ്ഞിട്ട് എവിടെയൊക്കെ ചുമ്മാ കറങ്ങണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോകും. ഫോട്ടോഗ്രാഫർ എടുത്തെടുത്തു ഗൈസ്. ഞാൻ കണ്ട് ഇതെന്താ ജിലേബിയോ? അവൾക്ക് ഇഷ്ടമുള്ളത് മേടിച്ചോ? അവൾക്ക് ഇഷ്ടമുള്ള മേടിക്കാം. അവൾക്ക് ഇഷ്ടമായില്ല അത്. ഇത് വേണ്ട, പിന്നെ എന്താ വേണ്ടത്? അതിൻ്റെ നാശിൽ ഇപ്പം തന്നെ കഴിച്ചു കവറൊന്നും വേണ്ടെന്ന്. പിന്നെ കൈരട ആ പള്ളി അതേത് പള്ളിയാ? ബോം ജീസസ് ബസിലിക്ക പള്ളി. ഇത് പഴയത്, ഇത് പുതുക്കിയതാ. ആ ഓൾഡ് ചർച്ചാണ് കേട്ടോ. കൊള്ളില്ലേ നോട്ടെ? ഓ ടവറാണോ? കൊള്ളാം. എനിക്ക് തോന്നുന്നു പള്ളിയാന്ന് തോന്നുന്നത്. പണ്ടത്തെ ഏതെങ്കിലും ഒരു പള്ളിയാവും. കണ്ടോ പോലെ ബിൽഡിംഗ് ആവാൻ സാധ്യതയില്ല. പള്ളി കറിയിട്ട് അങ്ങനെ വെച്ച് ഭക്ഷണം കഴിക്കാണ് കഴിച്ചാൽ ഉപ്പ. ഞാനിരിക്കുന്നത് മലയാളീസാണ്. മലയാളം സംസാരിക്കട്ടെ. ചായ വേണോ? ഇദ്ദേഹം അച്ഛനമ്മ വന്നിട്ട് പൊളിയാ. ഭയങ്കര ഇത് ഒന്നാമത്തെ മധുരം, ഒന്നാമത്തെ സാമ്പാറിന്റെ മധുരം, അതിൻ്റെ ഇടയിൽ ഇതും കൂടി. ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ ആമയ്ക്ക് പൂളി പോകണമെന്ന്. വീണ്ടും പൂളിലേക്ക്. ആരുമില്ല ഇവിടെ. അതുകൊണ്ട് ഞാനും ഇറങ്ങാമെന്ന് കരുതി അല്പസമയം പൂളെല്ലാം കളിച്ച് ഞങ്ങളുടെ റൂമിലേക്ക് പോന്നു. ആമി കഴിച്ചാ? ഭക്ഷണം കഴിച്ചാ? സെമി പോയി കുളിച്ചാ? കളിച്ചാ? നല്ലോണം കളിച്ചാ? രാവിലെ എണീറ്റ് പള്ളി പോയാ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാ? എന്തൊക്കെ കഴിച്ചു? ദോശ, സാമ്പാർ, ഫ്രൂട്ട്സ്, ജ്യൂസ് കഴിച്ചാ? പല്ല് വെച്ചാ? പല്ല് വെച്ചിട്ടില്ല, ബാക്കി എല്ലാം കൊച്ചു ചെയ്തു അല്ലേ? എപ്പ പല്ല് വെച്ചാ? ഇന്നലെ തേച്ചാ?
ഇന്ന് തേക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടോ? ഇന്ന് തേക്കണല്ല പല്ലോക്കട്ടെ. പല്ലേച്ചിട്ട് വരാന്ന് പറ. പറ പല്ലേച്ച്. ഞാൻ പല്ലേച്ചിട്ട് വരാം കഴിച്ചു നോക്കിപ്പോ. അവസാനം ആമി പല്ല് തേച്ച് കുളിച്ച് ഇറങ്ങി കേട്ടോ. ശേഷം അടുത്ത വീഡിയോയില്